പിന്നെ ഈ സംഗീതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ മുസ്ലിം സമൂഹത്തെ നമ്മൾ അറിയാൻ വേണ്ടി പറയുകയാണ്, ഒരു സുന്നി സലഫി ജമാഅത്ത് ഇങ്ങനെ മൂന്നാണല്ലോ ഉള്ളത്. ഈ കേരളത്തിലെ സുന്നി സമൂഹം തുടക്കം മുതൽ ഇവിടെ സംഗീതത്തിൽ മാപ്പിളപ്പാട്ട്, കേരളത്തിൽ ആരും ഒരൊറ്റ മതപണ്ഡിതനും മാപ്പിളപ്പാട്ട് ശരിയല്ല, എല്ലാ മതവേദികളിലും വഅ്ള് വേദികളിലും എല്ലാം മാപ്പിളപ്പാട്ട് ഇങ്ങനെ പാടും. മാപ്പിളപ്പാട്ട് സംഗീതമല്ല പിന്നെന്താ സാധനമുള്ള യഥാർത്ഥത്തിൽ? അതേമാതിരി മാലകൾ, മൗലൂദുകൾ, ബൈത്തുകൾ, പാട്ട് ഇതെല്ലാം ഇങ്ങനെ സംഗീതാത്മകമായിട്ടാണ് പാടുക. ഖുർആൻ പോലും യഥാർത്ഥത്തിൽ ഖുർആനിലെ സംഗീതം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഒരു കടമനിട്ട കവിത മാതിരിയായി. ഖുർആൻ ആയാൽ നമ്മളെങ്ങനെ നമസ്കരിക്കുക? സംഗീതമില്ലെങ്കിൽ നമ്മളെങ്ങനെ നമസ്കരിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അർ-റഹ്മാനു അല്ലമൽ ഖുർആനുള്ള സംഗീതമേറെ ഏതിലാണ് ഉള്ളത്? അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് ശബ്ദ സൗന്ദര്യമാണ്. ഈ ശബ്ദ സൗന്ദര്യം സൃഷ്ടിച്ചതും അള്ളാഹുവാണ്, അത് ആസ്വദിക്കാനുള്ള കഴിവ് സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ദീനുൽ ഇസ്ലാം എവിടെയും, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സംഗീതം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം തുടക്കം മുതലേ സംഗീതത്തെ നിയന്ത്രിതമായി ഉപയോഗിച്ചാണ് വന്നത്. അന്ന് വളരെ ശക്തമായ വിമർശനം പല ഭാഗത്തുമുണ്ടായി. പ്രത്യേക വിമർശനമുണ്ടായതും ഞാൻ പലപ്പോഴും പല ഭാഗത്തുണ്ടായ മാതിരി സലഫി സുഹൃത്തുക്കളുടെ ഭാഗത്താണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അവരിൽ പിളർപ്പുണ്ടായപ്പോൾ അവരുടെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, ഒരു ഗ്രൂപ്പ് സംഗീതം പാടില്ല എന്നും മറു ഗ്രൂപ്പ് സംഗീതം പാടുണ്ട് എന്നും. ഇപ്പോൾ സംഗീതം പാടുണ്ട് എന്നതിന് തെളിവ് കിട്ടണമെങ്കിൽ ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കേണ്ട കാര്യമില്ല, സംഗീതത്തെ അനുകൂലിക്കുന്ന സലഫി ഗ്രൂപ്പിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. അതിനനുകൂലമായി ശക്തമായ ഹദീസുകൾ. അപ്പോൾ എവിടെ എത്തി സംഭവം? അപ്പോൾ അവർ സംഗീതം ശരിയാണ് എന്ന് പുരോഗമന കാഴ്ചപ്പാടുന്ന സലഫികളും സംഗീതം വർജ്യമല്ല. അപ്പോൾ ചിലർ പറയും നബിയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പാട്ട് കേട്ടപ്പോൾ കാത് പൊത്തിയല്ലോ എന്ന് പറയും. അതേസമയത്ത് ചില പാട്ട് കേട്ടപ്പോൾ നബി കാത് തുറന്നു പിടിക്കുകയും ആളുകളെ കൊണ്ട് കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ആരുടെ കുഴപ്പമാണ്? നബിയുടെ കുഴപ്പമാണോ പാടിയ ആളുടെ കുഴപ്പമാണോ? ഇപ്പം ഞാനിവിടെ നിന്നൊരു പാട്ട് പാടി നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെല്ലാവരും കാത് പൊത്തും. സ്റ്റേജിലേക്ക് നല്ലൊരു പാട്ടുകാരനെ കൊണ്ട് പാടിക്കുകയാണെങ്കിലും അപ്പോൾ നിങ്ങളുടെ കാതിൻ്റെ കുഴപ്പമല്ല, എൻ്റെ പാട്ടിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരോചകമായ പാട്ട്, നമ്മളൊരു ബാങ്ക് തന്നെ കേട്ടാൽ ചില ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാത് പൊത്തൂലേ? കാരണം ആ കൊലത്തിലാണ്, ഏതാണ്ട് പാറ പൊട്ടിക്കുന്ന മാതിരി. ചില ബാങ്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയാൽ ബാങ്കൊന്ന് കേൾക്കും. ചില പാട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഭയാനകമായ സംഗീതം പ്രകടിപ്പിച്ചപ്പോൾ ഇതൊരു പിശാചിൻ്റെ സംഗീതമാണല്ലോ, പിശാചിൻ്റെ ഉപകരണമാണല്ലോ എന്ന് സൂചിപ്പിച്ച അതേ പ്രവാചകൻ അതേ സംഗീതം, പാട്ടും കുട്ടികളുടെ പാട്ടും സംഗീത പരിപാടികളും മറ്റുള്ളവർ കൊണ്ട് കേൾപ്പിച്ചതിനും സഹിയായ ഹദീസുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അരോചകമായ സ്വഭാവത്തിലുള്ള സംഗീതമാണെങ്കിൽ, ഒരു ഭീകര സ്വഭാവത്തിലുള്ള മോശമായ സംഗീതമാണെങ്കിൽ അത് വർജിക്കപ്പെടേണ്ടതും, അത് മനോഹരമായ സംഗീതമാണെങ്കിൽ, അത് മറ്റ് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാകാത്തതാണെങ്കിൽ അനുവദിക്കാവുന്നതാണെന്നും എന്നുള്ളതാണ് ഇന്ന് ലോകത്ത് ഏറെക്കുറെ നല്ല ശതമാനം എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ലോകത്ത് ഇന്ന് ആ സംഗീതവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഇന്ന് വല്ലാണ്ട് ഉയർന്നു വരാറില്ല. അതൊക്കെ കുറഞ്ഞ് സമൂഹം അത് അംഗീകരിച്ച് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സംഗീതത്തെ ശക്തമായി നിരാകരിച്ചിരുന്നവരിൽ പോലും സംഗീതത്തെ അനുകൂലിക്കുന്ന ഗ്രൂപ്പാണ്. ഇസ്ലാമിക പ്രസ്ഥാനം തുടക്കം മുതലേ സംഗീതം ന്യായമായി ആകാം, അത് ഇന്നും ഉപയോഗിക്കുന്നു, അന്നും ഉപയോഗിക്കുന്നു. അതിന് ഉയർന്നു വന്ന വിമർശനങ്ങൾ ഇന്ന് യഥാർത്ഥത്തിൽ ദുർബലമാവുകയാണ് ചെയ്തിരിക്കുന്നത്.